بسم الله الرحمن الرحيم والله يختص برحمته من يشاء صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈമാൻ എന്ന് പറയുന്നത്. നമ്മളാരും ചോദിച്ചിട്ടല്ല അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളാക്കി ജനിപ്പിച്ചത്. ഒരു മുസ്ലിമായ മാതാപിതാക്കളുടെ മക്കളായി അള്ളാഹു നമ്മെ ജനിപ്പിച്ചു. ഇനി ഈമാൻ മരണം വരെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. അള്ളാഹു പറയുന്നുണ്ട്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമുകളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറയുന്നു. അതിനർത്ഥം ചിലപ്പോൾ മുസ്ലിം അല്ലാതെ മരിക്കാം, മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മരണസമയം വരെ ഈമാൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഈമാൻ കൊടുക്കുക. അല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അള്ളാഹ് തീരുമാനിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കും. അള്ളാഹു അങ്ങനെ തീരുമാനിച്ച് നമുക്ക് തന്നതാണ്. ഇതെപ്പോഴും ഈമാൻ തെറ്റിപ്പോകാം. ഇബ്ലീസിന്റെ കെണിവലയിൽപ്പെട്ട് ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിരന്തരം നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, പടച്ചവനെ നീ ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം, ഈമാൻ നിലനിർത്തി തന്നെ ഇസ്തിഖാമത്തുണ്ടാകണം. ഇത് വലിയൊരു സൗഭാഗ്യമാണ്. ഒരു മനുഷ്യന്റെ ദൗർഭാഗ്യത്തിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ് ഈമാൻ കിട്ടിയിട്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു മുസ്ലിമായ ഉമ്മയുടെയും ബാപ്പയുടെ മകനായി ജനിച്ചു, അതിനുള്ള ഭാഗ്യം കൊടുത്തു. പക്ഷെ അങ്ങനെ മരിക്കാൻ കഴിഞ്ഞില്ല. അത് ഈ ജീവിതത്തിൽ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. അഫ്ഹഷു അൻവാഉൽ കുഫ്രി, കുഫറിന്റെ ഇനങ്ങൾ പലതുണ്ട്. ഏറ്റവും മോശമായതാണ് മുർത്തദ്ദാകുക എന്നുള്ളത്. മുസ്ലിമായി ജനിച്ചിട്ട് അത് നിലനിർത്താൻ കഴിയാതെ വഴിതെറ്റി പോവുക എന്നുള്ളത് കുഫറിന്റെ ഇനങ്ങളിൽ ഏറ്റവും മോശമായ കുഫറാണ്. അതിനേക്കാൾ മോശമായ കുഫറി ഇല്ലതാണ്. അതിന്റെ അദാബെന്താണ് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫയമുതു വഹുവ കാഫിർ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഈ മതം വെടിഞ്ഞ് കാഫിറായി ചത്തുപോയാൽ ഫഉലൈക ഹബിത്തത് അഅ്മാലുഹും ഫിദ് ദുനിയ വൽ ആഖിറ, അവൻ ചെയ്ത നന്മകളെല്ലാം ദുനിയാവിലും നഷ്ടപ്പെട്ടു, ആഖിറത്തിലും നഷ്ടപ്പെട്ടു. ഇരുലോകത്തും അവന്റെ നന്മകൾ പ്രയോജനപ്പെടുകയില്ല. ഫഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകത്തിലാണ്. ഹും ഫീഹാ ഖാലിദൂൻ, ഒരു കാലത്തും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. നമുക്ക് മുഅ്മിനായ മനുഷ്യന് തെറ്റുകൾ ചെയ്താലും എന്നെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഒരു പ്രതീക്ഷയുണ്ട്, ഈമാനുണ്ട്, അമല് കുറവാണ്, തെറ്റുകൾ ചെയ്തിട്ട് പടച്ചു ചിലപ്പോൾ കൊടുത്തുകൊടുത്തിരിക്കാം. പക്ഷെ മുർത്തദ്ദായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും അവൻ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. നരകത്തിൽ അതിഭയാനകമായ ശിക്ഷയാണ് മുർത്തദ്ദ അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കണം. മുർത്തദ്ദാകുക എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് മുർത്തദ്ദാകാം, പ്രവൃത്തി കൊണ്ട് മുർത്തദ്ദാകാം, ചില നിയ്യത്തുകളെ കൊണ്ട് മുർത്തദ്ദായി പോകാം. നമ്മൾ അറിയാതെ തന്നെ നമ്മളിന്ന് ചിലപ്പോൾ വന്നു പോകാം. ഒരാൾ മുർത്തദ്ദാകാൻ തീരുമാനിച്ചാൽ തന്നെ അപ്പൊ തന്നെയാണ് മുർത്തദ്ദായി. ഏത് അവധിക്ക് അടുത്ത മാസം തീരുമാനിച്ചാൽ പോലും ഇപ്പൊ തന്നെ മുർത്തദ്ദായി, ഏറ്റവും മോശമാണ്. അങ്ങനെ മുർത്തദ്ദായി ഒരാൾ മരണപ്പെട്ടാൽ അയാളെ ചുമക്കേണ്ട ബാധ്യത നമുക്കില്ല. നമ്മളുമായിട്ടൊരു ബന്ധവും അയക്കില്ല. പിന്നെ അയാളെ ബഹുമാനിച്ച് ആദരപൂർവ്വം അയാളെ കാണാൻ വേണ്ടി പോവുക, അയാളുടെ കാര്യങ്ങൾ പങ്കെടുക്കുക, ഇതൊന്നും ഒരു മുസ്ലിമിന്റെ ബാധ്യതയല്ല. മുർത്തദ്ദായാൽ അയാളെ ഇസ്ലാമിക കോടതി ചെയ്യേണ്ടത് തലവെട്ടി കൊല്ലുകയാണ് വേണ്ടത്. മുർത്തത്തിന്റെ ശിക്ഷ അതാണ്. അവനോട് തൗബ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം, തിരിച്ചു വരാൻ വേണ്ടി ആവശ്യപ്പെടണം. എന്നിട്ടും വരുന്നില്ലെങ്കിൽ അവന് കൊടുക്കേണ്ട ശിക്ഷ അവനെ തലവെട്ടി കൊല്ലുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത്ര വലിയ ശിക്ഷ ഇസ്ലാമിക കോടതി ഇസ്ലാമിക രാജ്യത്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടതാണ് മുർത്തത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച് മരണാനന്തരം ചുമന്ന് മുസ്ലിമീങ്ങളുടെ മക്ബറുകളിൽ കബറടക്കപ്പെടുക എന്നുള്ള ക്രൂരമാണത്, ദുൽമാണ്, ചെയ്യാൻ പാടില്ല. മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് മുഅ്മിനീങ്ങളുടെ ശ്മശാനങ്ങൾ വഖഫ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ മുഅ്മിനീങ്ങളുടെ കബറുകളല്ലാതെ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മരണം വരെ ഈമാനും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.